നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വൈജ അലീനയോട് ചോദിച്ചു, അല്ല ആരുടെ അച്ഛനാടി? നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ അച്ഛനാന്ന്. ഏത് വകയിലാടി നിന്റെ അച്ഛനാന്നേ? അത് കേട്ടപ്പം വൈജ എന്തെന്ന് നോക്കിയിട്ട് അലീന പറഞ്ഞു, അതെ മാഡത്തിന്റെ മക്കളുടെ അച്ഛൻ എന്റെ അച്ഛനും കൂടെയാന്ന് പറയണേ. അതാ ചോദിച്ച ഏത് വകയിലാന്ന്. എങ്ങാണ്ടോ ഏതോ ഒരുത്തി പ്രസവിച്ച് കണ്ട കുപ്പത്തൊട്ടിയിലൊക്കെ ഇട്ടിട്ട് പോയതല്ലേടി നിന്നെ. അത് പിന്നെ എങ്ങനെ ബാലേന്ദ്രന്റെ മകളാവും? പിന്നെ എന്റെ മക്കൾ അങ്ങനെയൊന്നും അല്ല, അറിയാലോ. എന്റെ മക്കൾ ജനിച്ചു വീണപ്പോ തന്നെ അവർക്ക് അച്ഛനുണ്ടായതാ. പക്ഷെ നീ അങ്ങനെയല്ല, നിനക്ക് ഇന്നലെയാണ് അച്ഛനുണ്ടായത്. അത് നീ ഒരു ദത്തുപുത്രി. ഇത് കേട്ടപ്പം അലീന പറഞ്ഞു, അതെ എന്നെ മകളായിട്ട് ബാലേന്ദ്രൻ സാർ അംഗീകരിച്ചിട്ടുണ്ട്. അത് മാഡത്തിന് അറിയാവുന്ന കാര്യമുള്ളോ? പിന്നെ അംഗീകരിച്ച ഉടനെ നീ മകളാവാൻ പോവല്ലേ? നാണം ഉണ്ടോടി നിനക്ക് അങ്ങനെയൊക്കെ പറയാനായിട്ട്? ഒരു പൊത്തുപുത്രി വന്നിരിക്കുന്നു, പന്നിയേലി എന്നൊക്കെ പറയണ. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, മാഡം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ ദത്തുപുത്രി എന്നുള്ള ഇത് ആ ലൈസൻസ് കിട്ടാനിട്ട് അതിൽ മാഡത്തിന് ഒരു പങ്കുണ്ടെന്ന് പറയാം. എനിക്കോ നാണം ഉണ്ടോടി നിനക്കതൊക്കെ പറയാനായിട്ട്? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മുമ്പ് മാഡം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്ന് കരയുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ സങ്കടമൊന്നും ഇല്ല കേട്ടോ. മാഡം ഇങ്ങനെ പറയുമ്പം ഞാൻ സങ്കടപ്പെടുത്തുമില്ല. കാരണം എന്നെ ഇവിടുത്തെ അച്ഛൻ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി ഇപ്പം മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സഹതാവാ തോന്നേ മാഡത്തിനോട്. ഇന്നല്ലെങ്കിൽ നാളെ മാഡത്തിനത് മനസ്സിലാവുകയും ചെയ്യും. അതൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോയി. ഒരു നിമിഷം വൈജയന്തി ഇങ്ങനെ ആലോചിച്ചു, ഇവളെന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഒന്നും മനസ്സിലായില്ല. വൈജയന്തിക്ക് കട്ട കലിപ്പായി. പോരാത്തതിന് അലീന ബാലേന്ദ്രനെ അച്ഛാന്ന് വിളിക്കുന്നതിന്റെ ദേഷ്യവും മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന അടുക്കളയില് കറിയൊക്കെ ഉണ്ടാക്കുവാണ്. ആ സമയത്ത് വൈജയന്തി അങ്ങോട്ട് വന്നിട്ട് അവിടെ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിച്ചു, ഇതെന്താ മാഡം? ഞാന് ഇത് കറികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, ഇനി എന്തിനാ ഇതൊക്കെ അരിയണമെന്ന് ചോദിക്കുക. അതെ നീ ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട, എനിക്കും എന്റെ മക്കൾക്കും ഞാൻ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എന്താ മാഡം ഇങ്ങനെ പറയുന്നത്? ഒന്ന് പോടി അവിടുന്ന്. എവിടെയോ ഏതോ കുപ്പത്തൊട്ടി കിടന്ന ഒരു ദരിദ്രവാസി പെണ്ണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നു. എന്നിട്ട് ഇവിടെ അധികാരം സ്ഥാപിക്കുന്നു. നീ ഇവിടെ എല്ലാവരെയും കയ്യിലെടുക്കും. ബാലേന്ദ്രനെ, അമ്മയെ, എന്റെ കൃഷ്ണമോളെ എല്ലാം കയ്യിലെടുക്കും. പക്ഷേ എന്നെ കയ്യിലെടുക്കാൻ നീ നോക്കണ്ട. നീ വെച്ചു വിളമ്പൊന്നും ഒരു സാധനം എനിക്ക് വേണ്ട. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മാഡം എന്നോട് ദേഷ്യം ഉണ്ടെ കാണിച്ചോ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിനോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. മാഡം വെറുതെ മെനക്കെടേണ്ട കാര്യമില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം, നീ തീരുമാനിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് വൈജയന്തി പറഞ്ഞു, എനിക്കും എന്റെ മക്കൾക്കും ഉള്ളതേ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ ഉണ്ടാക്കി മെനക്കണ്ട. അല്ല നിന്നെ ദത്തുപുത്രയാക്കി ഏറ്റെടുത്ത ഒരാളുണ്ടല്ലോ, അയാൾക്കുള്ള ഭക്ഷണം നീ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി, ബാലേന്ദ്രനുള്ളത്. പക്ഷെ എനിക്ക് എന്റെ മക്കൾക്കും വേണ്ടാന്ന് പറയണം. ഇതൊക്കെ കേട്ടോണ്ട് വന്ന കൃഷ്ണയ്ക്ക് നല്ല ദേഷ്യമായി. ആ സമയത്ത് കൃഷ്ണയെ നോക്കിക്കൊണ്ട് വൈജയന്തി പറഞ്ഞു, കൃഷ്ണേ നീ ആ സാമ്പാർ പൗഡർ എവിടെയാന്ന് വെച്ചാൽ അതിങ്ങ് എടുക്കാൻ പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, മോളെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നെ എന്തിനാ അമ്മ വേറെ സാമ്പാർ ഉണ്ടാക്കുന്നേ? അലീന ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണല്ലോ. അലീന ചേച്ചി നന്നായിട്ടല്ലേ ഉണ്ടാക്കുന്നേ, നല്ല കറികൾ അലീന ചേച്ചിയുടെയൊക്കെ. പിന്നെ എന്തിനാ അമ്മ ഇനി വേറെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. അതെ ഞാൻ അതിനുള്ള ഉത്തരം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. എനിക്കും നിനക്കും ഒക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ വേറെ ഒന്നിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അമ്മ എന്ത് മുട്ടായിട്ട് വർത്താനോ പറയണേ? അമ്മ എന്തിനാ വേറെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു വൈജയന്തി. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, കൃഷ്ണ വിടാനാ പറഞ്ഞേ. അമ്മയ്ക്ക് ഇതെന്താ വട്ടുണ്ടോ? അമ്മ എന്തിനാ വേറെ കറികളൊക്കെ ഉണ്ടാക്കുന്നേ? അലീന ചേച്ചി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതങ്ങോട്ട് കഴിച്ചാൽ പോരെ? അതെ അതിന്റെ ആവശ്യം എനിക്കില്ല. ഇവളുണ്ടാക്കുന്ന ഒരാഹാരം എനിക്ക് വേണ്ട, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അലീന ചേച്ചി ആർക്ക് വേണ്ടിയാ വെച്ചുണ്ടാക്കുന്നേ? അതെന്തിനാന്ന് അവളോട് തന്നെ ചോദിച്ചു നോക്ക്, അവള് പറഞ്ഞു തരുമെന്ന് പറയണം. ആ സമയം കൃഷ്ണയ്ക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിനക്ക് ഒന്നും പഠിക്കാല്ലേ? നീ പോയി വല്ലതൊന്നും പഠിക്കാൻ നോക്ക്. പഠിക്ക് എപ്പം നോക്കിയാലും എന്ന് മാത്രമേ പറയാനുള്ളൂ. പഠിക്കാനായിട്ട് പുസ്തകം തുറന്ന് വെച്ചുകൊടുത്തിട്ട് കാര്യമുണ്ടോ? വല്ലതും തലയിലേക്കൂടെ കയറണ്ടേ? അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനാണോ കാരണക്കാരി? അതെ അമ്മ തന്നെയാ കാരണക്കാരി. ഓഹോ, അപ്പൊ ഈ വീട്ടിൽ എല്ലാത്തിനും കാരണം ഞാനല്ലേ? ഞാൻ കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലേ? അത് കേട്ടപ്പം കൃഷ്ണമോളുടെ അനിയനെ പറഞ്ഞു, വേണ്ട മോളെ, ഒരു പ്രശ്നത്തിനും വഴക്കിനൊന്നും പോകണ്ടെന്ന് പറയണം. എന്നെ മാഡത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേ. പിന്നീട് അലീന പറഞ്ഞു, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും മാഡം. ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തെറ്റായി പോയെന്ന് അന്ന് തോന്നും. പക്ഷെ ഉണ്ടല്ലോ അപ്പം ആ മാഡത്തിന് മനസ്താപം ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിൽ അങ്ങോട്ട് പോയി. കൃഷ്ണമോൾക്ക് നല്ല സങ്കടമായി. കാരണം അലീന അങ്ങനെയൊന്നും പറഞ്ഞ് കൃഷ്ണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അലീന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണ വൈജയോട് പറഞ്ഞു, അതെ അലീന ചേച്ചി പറഞ്ഞാൽ ശരി,
അമ്മ വാശി കാണിച്ച് ജയിക്കാൻ നോക്കുന്ന ആരോടാന്ന് അമ്മ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് കൃഷ്ണൻ കൂടെ പോയി കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് ഒന്നുകൂടെ ദേഷ്യമായി. വൈജ ആ ദേഷ്യത്തോടെ ആ പച്ചക്കറി എല്ലാം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. വൈജയുടെ മനസ്സിലാണെങ്കിലോ അലീനെ തന്നെ തോൽപ്പിച്ചു എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പം വൈജയന്തി ഉണ്ടാക്കിയ ചോറും കറികളും ഒക്കെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോഴേക്കും കൃഷ്ണ അങ്ങോട്ട് വന്നു. കൃഷ്ണയോട് പറഞ്ഞു രോഹിയും ഭവിതയും കഴിക്കാൻ വിളിക്കാൻ പറയണം. അങ്ങനെ കൃഷ്ണ അവരെ വിളിക്കാനായിട്ട് പോയി. ആ സമയത്ത് വൈജയന്തി അടുക്കളയിലേക്ക് വന്നിട്ട് ബാക്കി കറികളൊക്കെ എടുക്കുവാണ്. ആ സമയം അലീന പറഞ്ഞു മേഡം ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇതെടുത്തോ. പിന്നെ നീ ഉണ്ടാക്കിയ കറികളൊക്കെ ആർക്ക് വേണം? അല്ല മാഡം ഉണ്ടാക്കിച്ച തോരനെ തരാമോ? തൊട്ടിട്ടുണ്ട് നിന്റെ കൈ ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വൈജയന്തി വലിയ ആള് കളിച്ച് അതൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ രോഹിത്തും ഭവിത കൈ കഴുകി വന്നിരുന്നു. കഴിക്കാനായിട്ട് എടുത്തു. ഭവിത ആദ്യം ഇച്ചിരി ചോറും കറിയും എടുത്ത് കഴിച്ചു. പക്ഷേങ്കില് ഭവിത കഴിച്ചു കഴിഞ്ഞപ്പത്തിന് ഭവിതയ്ക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭവിത പെട്ടെന്ന് ചോദിച്ചു അല്ല ഇത് മാത്രം ഉള്ളോന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു ഇത്ര മാത്രം ഉള്ളെന്ന് പറയാണ്. അപ്പോഴേക്കും രോഹിതും എടുത്ത് കഴിക്കാൻ തുടങ്ങി. രോഹിത് ചോദിച്ചു ഇതെന്താമ്മ ഇങ്ങനെ ഇത്തരം കറികളോ സാമ്പാറൊക്കെ ഉള്ളോ പുളിശ്ശേരി ഒന്നും ഇല്ലേന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് വൈജ പറഞ്ഞു ഇതൊക്കെ ഉള്ളെന്ന് പറയണം. ആ സമയത്ത് ഭവിത പറഞ്ഞു അതെ അമ്മ ഇച്ചിരി ഫിഷ് ഫ്രൈ എന്തേലും വേണ്ടായിരുന്നു. അതെ മീൻ മേടിച്ചിട്ട് നീ വെട്ടിത്തരുവോ? എന്നെ കൊണ്ടും പറ്റില്ല, എന്നാ പിന്നെ ഇത് കഴിച്ചിട്ട് പോയാ മതി. ഈ സമയത്ത് കൃഷ്ണമോള് വന്നിരുന്നു. കൃഷ്ണമോൾ ഇത്തിരി സാമ്പാറൊക്കെ എടുത്ത് ഒഴിച്ചു. ഇതെന്താമ്മേ ഈ സാമ്പാർ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനാകെപ്പാടെ ഉപ്പ് കുറവ്, പിന്നെ പുളി കുറച്ച് കൂടിപ്പോയി, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് വൈജയന്തി പറയുകയും ചെയ്തു. അപ്പോഴേക്കും കൃഷ്ണമോൾ അടുത്ത് തോരനെടുത്തു. ഇതെന്താ അടിക്ക് പിടിച്ചോന്ന് ചോദിക്കുകയാണ്. ഒരു കരിഞ്ഞ ചൊവ്വ വരുന്നുണ്ടല്ലോ. ഓ അപ്പൊ നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കൃഷ്ണമോൾ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വൈജയന്തി കൃഷ്ണമോളെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ്. കൃഷ്ണമോള് പറഞ്ഞു അല്ല വേറെ എന്തെങ്കിലും കറികൾ ചിലപ്പോൾ അടുക്കള കാണുമല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം. ആ സമയം വൈജ പറഞ്ഞു പിന്നെ വേറെന്ത് കറികൾ അടുക്കള ഇരിക്കുന്നേ? മര്യാദയ്ക്ക് നീ ഇത് കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മതി. അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇവിടുത്തെ അടുക്കള എന്റെയും കൂടെ അടുക്കളയല്ലേ, ഞാൻ പോയി നോക്കുന്നതിന് എന്താ പ്രശ്നം? ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അമ്മേ അവള് ആ അലീന ഉണ്ടാക്കിയ കറികൾ എടുക്കാൻ പോയിരിക്കുക, അവളെ കൊണ്ട് ആ തീറ്റിക്കരുത്, ഒരു കാരണവശാലും തീറ്റിക്കരുത്. അമ്മയെക്കാളും കേമയാന്ന് തെളിയിച്ചോണ്ടിരിക്കും അവള്, അമ്മയെക്കാളും മുകളിലൊന്നും അല്ലല്ലോ അവള്. അമ്മ അതുകൊണ്ട് ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറയുവാണ്. ആ സമയം കൃഷ്ണമോൾ അടുക്കളയിലേക്ക് വന്നു. അലീന അടുക്കളയിലുണ്ടായിരുന്നു. ചേച്ചി വേറെ കറികളൊന്നും ഇവിടെ ഇരിപ്പില്ലേന്ന് ചോദിക്കുക. ഉണ്ടല്ലോ. ആഹാ ഇതെല്ലാം ചേച്ചി ഉണ്ടാക്കിയ കറികളാണോ? അതേന്ന് പറയണം. കൊള്ളാം. ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, മോരുകറിയുണ്ട്, ചെമ്മീൻ പൊടിയുണ്ട്, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട, നല്ല രുചിയുണ്ട്. ആഹാ എന്ത് മണം, ഞാൻ കുറച്ച് എടുത്തോട്ടേന്ന് ചോദിച്ചു. പിന്നെ നിനക്കൊക്കെ എടുക്കാനല്ല ഞാനിവിടെ ഉണ്ടാക്കി പെറുക്കി വെച്ചിരിക്കുന്നേ, നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഞാൻ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്കിൽ ഞാൻ കുറച്ച് എടുക്കുക. ചേച്ചി എടുത്തു തന്നാമെന്ന് പറയണം. അങ്ങനെ അല്ലേ ഇനി ഒരു പ്ലേറ്റിനകത്തേക്ക് എല്ലാം എടുത്തു കൊടുത്തു. കൃഷ്ണമോള് ഭയങ്കര സന്തോഷത്തോടെ അതുമായിട്ട് അങ്ങോട്ട് വന്നു. അതവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നീട് മുമ്പേ എടുത്ത ചോറ് മാറ്റി വെച്ചിട്ട് വേറൊരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് ചോറെടുത്തു. അതിനുശേഷം പറഞ്ഞു അതെ നിങ്ങൾ എല്ലാവരും നോക്ക്, നല്ല അടിപൊളി രുചിയിൽ ഉള്ള കറികളാ. അവിയലിന്റെ ഒക്കെ മണം കേട്ടാ മതി, നല്ല പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ മണമുണ്ട്. ഇത് കൂട്ടിയാ ഞാൻ കഴിക്കാൻ പോകുന്നേ. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു എടി നീ എന്ത് പരിപാടിയാ കാണിക്കുന്നേ? അമ്മ ഉണ്ടാക്കിയ ചോറും കറികൾ അപ്പൊ വേസ്റ്റ് ആകത്തില്ലേ? ഹോ അതിപ്പോ വേസ്റ്റ് ആയി എന്ത് ചെയ്യാൻ പറ്റും? രോഹി എണ്ണൊക്കെ വേണേ കഴിച്ചു, പക്ഷേ എനിക്കിത് മതി എന്ന് പറയണം. എടി അത് നീ കഴിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ രോഹിയേട്ടൻ പറഞ്ഞോട്ടെ ഞാൻ കഴിക്കാതിരിക്കുമല്ലേ, എനിക്ക് എന്താണെങ്കിലും ഈ കറികൾ മതി. ഓഹോ അപ്പോഴും വൈജയന്തിക്ക് ദേഷ്യമായി. അപ്പൊ നീ എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നല്ലേ? അമ്മ എന്ത് വർത്താനം പറയണേ? തോൽപ്പിക്കാനോ? ഞാൻ ആരെ തോൽപ്പിച്ചെന്നാ? എന്റെ അടുക്കളയിൽ ഇരിക്കുന്ന ചോറും കറികളും എടുത്ത് കഴിക്കുന്നതിന് ഞാൻ ആരെയും തോൽപ്പിക്കുവാണോ? അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം കൃഷ്ണൻ, നീ ഏതെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനകത്തേക്ക് ഞാൻ തൊപ്പൂന്ന് പറയണം. ആഹാ അത്രയ്ക്കായോ? അപ്പോഴേക്കും കൃഷ്ണൻ അങ്ങ് ചാടി എഴുന്നേറ്റു. അച്ഛാന്ന് ഉറക്ക വിളിക്കണം. 2 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോ രോഹിത് പേടിച്ചു പോയി. രോഹിത് ചാടി അവിടെ ഇരുന്നു. ആ സമയത്ത് വൈജയന്തിക്ക് ദേഷ്യമായി. ഇതുപോലെ ഒരു കരിങ്കാലി എന്റെ വയറ്റിൽ എങ്ങനെ വന്നു പിറന്നോ എന്തോ, ഇതുപോലെ തലതെറിച്ച് ഓർണം. ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു അമ്മ എന്തിനാ എന്നെ ചീത്ത പറയണേ? ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചാരാ? എന്റെ അച്ഛൻ കാശ് മുടക്കി വാങ്ങിച്ചാ. ഇതെന്റെ അടുക്കള, ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും, പിന്നെ ഇതിനകത്ത് ആർക്കും ഒന്നും അവകാശം ഒന്നും പറയാൻ പാടില്ലെന്ന് പറയണം. അത് കേട്ടപ്പം ഒന്നുകൂടെ ദേഷ്യം വന്നു വൈജയന്തിക്ക്. വൈജയന്തി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെല്ലുവിളിക്കാനാണെങ്കിൽ ഉണ്ടല്ലോ എന്റെ കൈ നല്ലത് നീ മേടിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വീണ്ടും കിടന്ന് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. കൃഷ്ണമോളെ കഴിക്കാനായിട്ട് എടുത്താ അതുപോലെ നേരെ ചൊവ്വേ കഴിക്കാനായിട്ട് വൈജയന്തി സമ്മതിച്ചില്ല. അവസാനം കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു. കൃഷ്ണ എന്ത് ചെയ്തു? തന്റെ ആഹാരം എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. കാരണം അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് കൃഷ്ണമോള് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈജയന്തിക്ക് വീണ്ടും കട്ടക്കലിപ്പായി.
പിന്നീട് കൃഷ്ണമോൾ അടുക്കള വന്ന് കരയുവാണ്. ആ സമയത്ത് അലീന വന്നിട്ട് പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, കരയുന്നോ? മോൾ ഇത് കഴിക്കാൻ പറയണ. എനിക്ക് വേണ്ട. അമ്മ അങ്ങനെയൊക്കെ പറയും, മോൾ അത് കാര്യമാക്കണ്ട, മോള് കഴിക്കുക. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കരയുവാണ്. കരയല്ലേടെ പോന്നെ, നീ കഴിക്കാനൊക്കെ പറഞ്ഞു. അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് അലീന കൈ കഴുകിയിട്ട് വന്നിട്ട് പറഞ്ഞു, മോളിത് കഴിക്കാൻ പറയണ. വേണ്ടാന്ന് പറഞ്ഞു. അതെ ചേച്ചിയല്ലേ പറയണേ, ചേച്ചി വാരി തരാന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾക്ക് വാരി കൊടുക്കുക. കൃഷ്ണമോള് വാ തുറന്നില്ല. ദേ എനിക്ക് സങ്കടമാവൂട്ടോ. ഒടുവിലെ കൃഷ്ണമോള് വാ തുറന്ന് വീണ്ടും കരയുവാണ്. ദേ ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കുകയൊക്കെ ചെയ്യും. ഒടുവിലെ കൃഷ്ണമോളെ കൊണ്ട് ആ ചോറ് മുഴുവൻ കഴിപ്പിച്ചു അലീന. കാരണം സ്നേഹത്തോട് കൂടിയിട്ട് അങ്ങനെ ഉരുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോ കൃഷ്ണയെ ഭവിത അങ്ങ് വിളിച്ചോണ്ട് വരികയാണ്. ചേച്ചിന്റെ കയ്യെന്ന് ഇവിടെ എന്താന്ന് പറ, ഇങ്ങോട്ട് വരാൻ പറയണം. അപ്പോഴേയും രോഹിത് ചോദിച്ചു, നിനക്കെന്താടി ഇങ്ങോട്ടേക്ക് വന്നാല്? എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ നീ ആരുടെ സൈഡാ? അമ്മയുടെ സൈഡാണോ അതോ മറ്റവളുടെ സൈഡാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാനേ ന്യായത്തിന്റെ ഭാഗത്താന്ന് പറയണം. ഓ ന്യായത്തിന്റെ ഭാഗത്ത്? അങ്ങനെ ഇപ്പൊ നീ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണ്ട, അമ്മയുടെ സൈഡ് നിന്നാ മതി എന്ന് പറയണം. അത് കേട്ടപ്പോ കൃഷ്ണ പറഞ്ഞു, അമ്മ ചെയ്യുന്ന ന്യായമാണെന്ന് തോന്നുവാണെങ്കിൽ അമ്മയുടെ സൈഡ് നിൽക്കും, അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് മുതൽ നീ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചാൽ മതി, അവളുണ്ടാക്കുന്ന കഴിക്കണ്ടെന്ന് പറയാ. അതെന്റെ ഇഷ്ടമല്ലേ ഏത് ആഹാരം കഴിക്കണമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും. അതിപ്പോ അലീന ചേച്ചി ഉണ്ടാക്കുന്ന രുചി കൂടുതലാണെങ്കിൽ ഞാൻ അത് കഴിക്കും. അല്ലാതെ നിങ്ങൾ ആരും എന്നെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള പോലെയാ ഞാനിവിടെ കഴിക്കണേ. അത് കേട്ടപ്പോ രോഹിത്ത് പറഞ്ഞു, അങ്ങനെയൊന്ന് കാണണമല്ലോ, നീ കഴിക്കണേ, ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇതേ രോഹിത്തേട്ടാ വെറുതെ വെല്ലു വിളിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിഷ്ടമുള്ള ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ഒന്ന് കഴിച്ചു കാട്ടാ, നിന്റെ കാരണം അടിച്ചാൻ പൊടിക്കുമെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, കൂടുതൽ കളിച്ചാണ്ടല്ലോ ഞാൻ അച്ഛനെ വിളിക്കും, അച്ഛന്റെ കയ്യിൽ നിന്ന് വെറുതെ മേടിച്ചു കിട്ടും. വെറുതെ എന്തിനാ തല്ലി മേടിച്ചു കൂട്ടുന്നേ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ എന്തായത്? അമ്മയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്നേനം, ന്യായമില്ലെന്ന് എനിക്ക് തോന്നുന്നോണ്ടാ ഞാൻ അരിയണി ചേച്ചിയുടെ ഭാഗത്ത് നിൽക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞു പോയി. ബബിതയ്ക്കും രോഹത്തിനും ഭയങ്കര ദേഷ്യമായി. കൃഷ്ണ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബബിത പറഞ്ഞു, അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രോഹിത്തേട്ടാ, വെറുതെ പറയണ, കണ്ടില്ല അവള് പോയത്, അവളെ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ രോഹിത്തും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനുള്ള ചായയൊക്കെ ആയിട്ട് അലീന മുറിയിലേക്ക് വരുവാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ ഫോൺ വിളിക്കുവാണ്. അങ്ങനെ അലീന കാത്തു നിന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനെ കൊണ്ട് ചായ എടുത്തു. ഈ സമയത്ത് അലീനയോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് ഇവിടെ പുതിയ വിശേഷങ്ങളും? അതെ അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവിടെ ഇപ്പം 2 അടുക്കളയാന്ന് പറയണ. 2 അടുക്കളയോ? അതെ, ഞാൻ വെച്ചുണ്ടാക്കുന്നതൊന്നും മാഡത്തിന് വേണ്ട. വേണ്ടേ? അപ്പൊ എങ്ങനെയാ കഴിക്കണേ? എങ്ങനെയാ? അല്ല പുതിയ ജോലിക്കാരി വല്ലതും വന്നോ? പുതിയ ജോലിക്കാരി എവിടെ നിന്ന്, അകത്തുനിന്നോ പുറത്തുനിന്നോ? അതെ മാടൻ തന്നെ വെച്ചുണ്ടാക്കുന്നേ. അത് കൊള്ളാല, വെച്ചുണ്ടാക്കി കഴിക്കട്ടെ. അത് പിന്നെ മാടം വെച്ചുണ്ടാക്കുന്ന മക്കളും കഴിച്ചാൽ മതിയെന്ന്. അവർക്കും മാടത്തിനുള്ള മാടം വെച്ചുണ്ടാക്കുന്നു. അവരും കഴിക്കട്ടെ, പക്ഷെ കൃഷ്ണമോൾക്ക് അത് വേണ്ട, ഞാൻ വെച്ചുണ്ടാക്കുന്ന മതിയെന്ന്. അങ്ങനെയാണ് കൃഷ്ണമോള് അതെ മോൾ ഉണ്ടാക്കുന്ന കഴിച്ചാൽ മതി. അല്ല അത് പിന്നെ എന്താ പ്രശ്നം? അവര് 3 പേരും നമ്മൾ 3 പേരും ഈക്വൽ സ്ട്രെങ്ത് അല്ലേ? അല്ലച്ചാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ലേ? നഷ്ടങ്ങളോ? അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല മോളെ. നമ്മളെന്താ പോയി വഴക്കുണ്ടാക്കണോ? വേണ്ട വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എങ്കിൽ പിന്നെന്താ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഈ പുതിയ സമരപരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവിക, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അല്ലച്ചാ അത് പെട്ടെന്ന് മാറും തോന്നില്ല. അതെ അവരത് കഴിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേനും അവര് പിന്നെ നീ ഉണ്ടാക്കുന്ന കഴിച്ചോളും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും എനിക്കൊരു സങ്കടമുണ്ട്. സങ്കടപ്പെട്ടിരുന്ന കാര്യമില്ല, അതൊക്കെ കണ്ടില്ലെന്നും പറഞ്ഞ് നടിച്ചങ്ങോട്ട് പോയാൽ മതി. കൂടുതൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ പോണ്ട. അവരെന്ത് വേണേലും കാണിച്ചോട്ടെ, അതിനകത്തേക്ക് തലയിടാൻ പോണ്ട കാര്യമില്ല. ഈ സമയത്ത് അലീന പറഞ്ഞു, എന്നാലും എനിക്ക് മനസ്സിനൊരു വിഷമമുണ്ട്. എന്തിനാ വിഷമിക്കണേ? എന്റെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കിയേ. ഞാനാണെങ്കിൽ ആദ്യം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം എന്റെ മനസ്സ് ആകെപ്പാടെ പ്രകമ്പനം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഒരു തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു, എല്ലാവരും കൊന്നാലോന്ന് പോലും വിചാരിച്ച. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സല്ലേന്ന് ചോദിക്കോടെ. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല അന്ന് ആര് പറഞ്ഞു? എനിക്കറിയാം, ഞാൻ വന്നതിന് ശേഷമാണ്. അങ്ങനെയല്ല, നീ എൻ്റെ മകളായതിന് ശേഷമാ, നിന്നെപ്പോലൊരു മകളെ എനിക്ക് കിട്ടിയതിന് ശേഷമാ എനിക്കിങ്ങനെ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു. അലീനയ്ക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അച്ഛന് ഇത്രയ്ക്ക് മാറ്റം ഉണ്ടാകാൻ കാരണം താൻ ഒറ്റയൊരുത്തിയാണ്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ അച്ഛൻ എന്തും ചെയ്തേനും എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.